ഞാനും നിങ്ങളും എന്തുകൊണ്ട് പാപം ചെയ്യാൻ പാടില്ല എന്നറിയാമോ? എന്തുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല എന്നറിയാമോ? എന്തുകൊണ്ട് ദുഷിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നറിയാമോ? നമ്പർ 1, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നമ്പർ 2, നീ ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതായ പ്രവൃത്തി ചെയ്യില്ല. വേദപുസ്തകത്തിലൊരു വചനമുണ്ട്, അവൻ എന്നോട് പറ്റിയിരിക്കുന്നതിനാൽ. എന്താണ്? അവൻ എന്നോട് പറ്റിയിരിക്കുന്നതിനാൽ. പ്രിയ സഹോദര സഹോദരി, നമ്മൾ ദൈവത്തെ സ്നേഹിക്കേണ്ടതാണ്. അവനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. എപ്പോൾ വരെയാണ്? ഈ ലോകയാത്ര അവസാനിക്കുന്നതുവരെയും നമ്മൾ അവനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ദൈവത്തോടുള്ളതായ സ്നേഹം, ദൈവത്തോടുള്ള ഭക്തി, ഇവയെല്ലാം തൽക്കാലത്തേക്കായിരിക്കുവാൻ പാടില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ ആശ്രയിച്ചിരിക്കുവാൻ പാടില്ല. അവൻ എന്നെ സ്നേഹിക്കുന്നു. കഷ്ടതയാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും ഞെരുക്കമാണെങ്കിലും രോഗമാണെങ്കിലും തടസ്സമാണെങ്കിലും എന്തെല്ലാം സംഭവിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദാവീദിന്റെ ഭക്തി അങ്ങനെയായിരുന്നു. 91-ാമത്തെ സങ്കീർത്തനം നോക്കുമ്പോൾ അത് ആരെഴുതിയെന്നറിയാൻ കഴിയില്ല. 90-ാം സങ്കീർത്തനം നമ്മൾ നോക്കുമ്പോൾ അത് മോശെ എഴുതിയതായ സങ്കീർത്തനമാണ്. 90-ാം സങ്കീർത്തനം. അതേ സമയത്ത് 91-ാമത്തെ സങ്കീർത്തനവും മോശയായിരിക്കും എഴുതിയിരിക്കുന്നത്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം 91-ാം സങ്കീർത്തനം ദാവീദ് രചിച്ച സങ്കീർത്തനമല്ല. നമ്മൾ സാധാരണമായിട്ട് സങ്കീർത്തനങ്ങൾ നോക്കുമ്പോൾ 150 സങ്കീർത്തനങ്ങൾ ആ പുസ്തകത്തിലുണ്ട്. നമ്മൾ സാധാരണമായിട്ട് ദാവീദ് എഴുതിയിരിക്കുന്ന സങ്കീർത്തനങ്ങൾ എന്നാണ് പലപ്പോഴും പറയാറുള്ളത്. ഈ 150 സങ്കീർത്തനങ്ങളിൽ ദാവീദ് രചിച്ചിരിക്കുന്ന സങ്കീർത്തനങ്ങൾ ഏകദേശം 73 സങ്കീർത്തനങ്ങൾ മാത്രമാണ്. 73 സങ്കീർത്തനങ്ങൾ മാത്രമാണ് ദാവീദ് രചിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള സങ്കീർത്തനങ്ങൾ, അതായത് ബാക്കിയുള്ളതായ 77 സങ്കീർത്തനങ്ങളിൽ ശലോമോൻ എഴുതിയിട്ടുണ്ട്, കോരഹുപുത്രന്മാർ എഴുതിയിട്ടുണ്ട്, മോശ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ അനേകം ആളുകൾ സങ്കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇവയെല്ലാം ചേർത്തുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകമായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. ഈ 91-ാം സങ്കീർത്തനം മോശയായിരിക്കും എഴുതിയിരിക്കുന്നത് എന്നാണ് വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം. ഈ സങ്കീർത്തനം ആര് രചിച്ചതാണെങ്കിലും വളരെ ശ്രേഷ്ഠകരമായ സങ്കീർത്തനമാണ്. ഇതിലെഴുതിയിരിക്കുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കുകയാൽ ഞാൻ അവനെ വിടുവിക്കും. നമ്പർ 1, അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും, അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ടു ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. എത്രയോ അനുഗ്രഹങ്ങളാണ്. നമ്പർ 1, വിടുവിക്കും. നമ്പർ 2, ഉയർത്തും. നമ്പർ 3, ഞാൻ അവന് ഉത്തരമരുളും. നമ്പർ 4, അവനോട് കൂടെയിരിക്കും. നമ്പർ 6, രക്ഷിക്കും. നമ്പർ 7, മഹത്വപ്പെടുത്തും. നമ്പർ 8, തൃപ്തിപ്പെടുത്തും. നമ്പർ 9, രക്ഷിക്കും. ആരാണോ കർത്താവിനെ സ്നേഹിക്കുന്നത് അവരെ. ആരാണ് സ്നേഹിക്കുന്നത്? ദൈവത്തിൽ വിശ്വസിക്കുന്നവർ മാത്രമേ സ്നേഹിക്കുകയുള്ളൂ. ദാവീദ് ആത്മീയനായിരുന്നു. ദാവീദ് ദൈവത്തെ സ്നേഹിക്കുന്നവനായിരുന്നു. ദാവീദ് ദൈവത്തെ അനുസരിക്കുന്നവനായിരുന്നു. ദാവീദ് ദൈവത്തെ മുറിവേൽപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന രീതിയിൽ ജീവിച്ചവനായ വ്യക്തിയായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, ദാവീദ് ബത്ശേബയുമായി പാപം ചെയ്തില്ലേ? ശരിയാണ്. ദൈവം പറഞ്ഞ വാക്കെന്താണെന്നറിയാമോ? ദാവീദ് ബത്ശേബയുടെ വിഷയത്തിൽ മാത്രമല്ലാതെ പിന്നെ ഒരു വിഷയത്തിലും പാപം ചെയ്യാൻ ഇടയായിട്ടില്ല. യെസ്, അത് തെളിയിക്കുകയാണ് ദാവീദ് ഒരു മനുഷ്യനാണെന്ന്. അതുപോലെ അത് തെളിയിക്കുകയാണ് ദാവീദ് ആത്മീയനാണെന്ന്. എന്തുകൊണ്ടെന്നാൽ താനൊരു തെറ്റ് ചെയ്തു, എന്നാൽ തെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കുന്നില്ല. നമ്മിൽ പലരും തെറ്റുകൾ ചെയ്യുന്നു, എന്നാൽ തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ചെയ്ത തെറ്റുകൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു. ചെയ്ത പാപങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു. എടുത്ത തെറ്റായ തീരുമാനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികൾ വീണ്ടും വീണ്ടും ചെയ്യുന്നു.
തന്റെ ലംഘനങ്ങളെ മറച്ചുവെക്കുന്നവൻ, അതിക്രമങ്ങൾ മറച്ചുവെക്കുന്നവൻ, പാപങ്ങൾ മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല. അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകൾ, ഇംഗ്ലീഷിൽ ഇതിനെക്കുറിച്ചൊരു ചൊല്ലുണ്ട്, എവരി വൺ മേക്ക് മിസ്റ്റേക്സ് ബട്ട് ഓൺലി ഫൂൾസ് വിൽ റിപ്പീറ്റ് ദം. എല്ലാ മനുഷ്യരും തെറ്റുകൾ ചെയ്തേക്കാമെന്നാൽ ചെയ്ത തെറ്റുകൾ ആവർത്തിക്കുന്നത് ഒരു മൂഢൻ മാത്രമായിരിക്കും. ദാവീദിനെപ്പോലെ നീ ഒരു ആത്മീയനാണെങ്കിൽ ദൈവം നിന്നെ വിടുവിക്കും. ഇന്ന് കർത്താവിനോട് ചോദിക്കാമോ, കർത്താവ് ദാവീദിനെപ്പോലെ ഒരു ആത്മീയനാക്കി എന്നെ മാറ്റണമേ, അവനെപ്പോലെ നിന്നെ സ്നേഹിക്കുന്ന നല്ലൊരു മനസ്സെനിക്ക് തരണമേ, ദാവീദിനെ വിടുവിച്ചതുപോലെ ഓരോ നിമിഷവും ഓരോ ദിവസവും എന്നെ നീ വിടുവിക്കുമാറാകണമേ, സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ പിതാവേ, ദാവീദ് ആത്മീയനാകൊണ്ട് അവൻ നിന്നോട് പറ്റിയിരുന്നതുകൊണ്ട് നീ അവനെ വിടുവിക്കുവാനിടയായല്ലോ, നീ അവനെ ഉയർത്തിയല്ലോ, നീ അവനെ അനുഗ്രഹിച്ചുവല്ലോ. എന്നാൽ ശൗലോ നിനക്കെതിരായി ജീവിച്ചുകൊണ്ട് നിന്റെ അനുഗ്രഹത്തെ ആഗ്രഹിക്കുകയാണ്, നിന്റെ നന്മകൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളിൽ പല ആളുകളുമുണ്ട് ശൗലിനെപ്പോലെ ലോകപ്രകാരം ജീവിച്ചുകൊണ്ട്, ഇഷ്ടപ്രകാരം ജീവിച്ചുകൊണ്ട്, ദൈവത്തിനെതിരായി ജീവിച്ചുകൊണ്ട് നീ കൊടുക്കുന്ന നന്മകൾ വേണം, നിന്റെ അനുഗ്രഹം വേണം, നീ കൊടുക്കുന്ന ഉയർച്ചകൾ വേണം എന്ന് ആഗ്രഹിക്കുന്നതായ ആളുകൾ പലരും ഞങ്ങളുടെ നടുവിലുണ്ട്. അങ്ങനെയുള്ള അവിവേകത്തെ ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ട് ദാവീദിനെപ്പോലെ നല്ല മനസ്സ് കൊടുത്ത്, ദാവീദിനെപ്പോലെ നിന്നോട് പറ്റിച്ചേരുവാനുള്ള കൃപ കൊടുത്ത്, നിന്റെ ഹൃദയപ്രകാരമുള്ളവരായി ജീവിച്ചുകൊണ്ട് നിന്നെ അനുസരിക്കുവാനുള്ള കൃപ നൽകിക്കൊണ്ട് അതിൻ്റെ ഫലമായി ഞങ്ങളുടെ ചുറ്റുപാടും പിശാചൊരുക്കിയിരിക്കുന്ന സകല ആപത്തുകളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ ആപത്തുകളിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ ലഭിക്കുവാനുള്ള ഒരേയൊരു വഴി നിന്നോട് പറ്റിയിരിക്കുന്നതാണ്, നിന്നെ അനുസരിക്കുന്നതാണ്, നിന്റെ ഹിതപ്രകാരം ജീവിക്കുന്നതാണ്, നിന്നോട് പറ്റി നിൽക്കുന്നതാണ്. അതിനുള്ള കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.